നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഒക്ടോബർ മാസം 23-ാം തീയതിയാണ് വ്യാഴാഴ്ച ദിവസം. ഈ പറയാൻ പോകുന്ന 3 രാശിയിൽ ഉൾപ്പെടുന്ന 9 നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്രയേറെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു ദിനമാണ് നാളത്തെ ദിവസം അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാന് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ശ്രമിക്കുക. ഈ പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രത്യേക മേഖലകളിൽ വലിയ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരു ദിവസമാണ് നാളെ വ്യാഴാഴ്ച ദിവസം. എന്തെന്നാൽ ഈ 3 രാശിയിൽ ഉൾപ്പെടുന്ന 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ധനലക്ഷ്മി രാജയോഗമാണ് രൂപം കൊള്ളുന്നത്. ഇപ്പോൾ ഇവിടെ ശുക്രൻ ഉദിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് നാളത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാവുന്നതാണ്. സാമ്പത്തികമായി വളരെ വലിയൊരു മാറ്റം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ജീവിതത്തിൽ ഇപ്പോൾ നിലനിന്നിരുന്ന സകലവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറി ഒരു ഉയർച്ച, ഒരു മാറ്റം ഒക്കെ ഉണ്ടാകുന്ന, ഒരു ഉന്മേഷം, ഒരു സമാധാനം തുടങ്ങിയവയൊക്കെ വന്നു ചേരുന്ന അല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഈ 3 രാശിയിലുള്ള 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം. അപ്പോൾ നിങ്ങൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. എല്ലാവരുടെ പൂജാമുറിയിലും ലക്ഷ്മി ദേവിയുടെ ചിത്രം വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അവിടെ ലക്ഷ്മി ദേവിയോട് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞ് അപേക്ഷിക്കുക. നല്ലൊരു സമയമാണ്. നല്ല സമയമായതിനാൽ തന്നെ നിങ്ങൾക്കിവിടെ ധനലക്ഷ്മി രാജയോഗത്തിൻ്റെ പൂർണ്ണ ഗുണാനുഭവങ്ങൾ നാളത്തെ ദിവസം ലഭിക്കുന്നതാണ്. ഇവിടെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും അതേപോലെ ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹം ഒരുമിച്ച് വന്നു ചേരുന്ന ഒരു ദിവസമാണ് നാളെ എന്ന പ്രത്യേകത കൂടി ഈ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായ ആളുകൾക്ക് മാനസികമായി വളരെയധികം സമ്മർദ്ദങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് വിഷയങ്ങളെ ഓർത്തുള്ള പ്രയാസങ്ങൾ, അതാണ് പറഞ്ഞത്. പല മേഖലകളിലാണ് നിങ്ങൾക്ക് മാറ്റം വരാൻ പോകുന്നത്. ഇവിടെ മാനസികമായി അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ വ്യതകൾക്കും ഒരു പരിഹാരമാണ് നാളത്തെ ദിവസം ലഭിക്കുന്നത്. ഈയിടെയായി ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്നു പോകുന്നുണ്ട്. അതായത് എന്തിൽ ഏർപ്പെട്ടാലും, ഏത് കാര്യത്തിൽ ഏർപ്പെട്ടാലും നല്ല സമയമാണ് എന്ന് പറഞ്ഞാൽ പോലും തടസ്സങ്ങളോട് തടസ്സങ്ങൾ. അതുകൊണ്ട് തന്നെ ഏത് ദൈവത്തെയാണോ വിളിക്കേണ്ടത്, എങ്ങനെയാണോ വിളിക്കേണ്ടത്, ഇനി വിളിക്കുന്നില്ല എന്ന തീരുമാനത്തിൽ വരെ നിങ്ങൾ പലപ്പോഴും എത്തിച്ചേരാറുണ്ട്. പക്ഷേ അങ്ങനെ പൂർണ്ണമായൊന്നും മാറുന്നില്ല. അതാണ് ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യമായി വന്നു ചേരുന്നത്. ഈശ്വരാധീനം ധാരാളമായി ഉള്ള ഒരു സമയം കൂടിയാണ്, പ്രത്യേകിച്ച് നാളത്തെ ദിവസം. അപ്പോൾ ഇവിടെ ധനലക്ഷ്മി രാജയോഗം വലിയ ഒരു നിമിത്തമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. നിലവിലെ എല്ലാവിധ നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അകലുകയും നിങ്ങളിലേക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമൊക്കെ വന്നു ചേരുകയും ചെയ്യും. എത്രത്തോളം നിങ്ങൾക്ക് ദൈവത്തിലേക്ക് അടുക്കാൻ സാധിക്കുന്നു അത്രത്തോളം അടുത്തുകൊണ്ടേയിരിക്കുക. ദൈവിക നാമങ്ങളൊക്കെ കേൾക്കുക. അതേപോലെ പ്രഭാഷണങ്ങൾ, ദൈവികമായിട്ടുള്ള ഒരു ആത്മീയമായി മറ്റൊരു തലത്തിലേക്ക് ഉയരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളെന്നല്ല, ഈ 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാരും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. പോസിറ്റീവായിട്ടുള്ളൊരു ഊർജ്ജം നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട സമയം കൂടിയാണിത്. ദൈവികമായ ഒരു വൈഭവം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനാൽ നിങ്ങളിനി ഏത് കാര്യത്തിലേക്ക് ഏർപ്പെട്ടാലും അത് ഭാഗ്യമായി നിങ്ങൾക്ക് വന്നു ചേരും. ജീവിതത്തിലൊരു പുരോഗതി ഉണ്ടാകുന്ന ദിവസമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. ദമ്പതികൾക്കിടയിൽ, ദാമ്പത്യ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നവരാണെങ്കിൽ അതിന് സമാധാനം തിരികെ കിട്ടുന്ന സമയമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തികമായി നിലവിലുള്ള പ്രതിസന്ധികൾ, കടങ്ങൾ, ഇതിൽ നിന്നൊക്കെ ചെറിയ തോതിലൊരു മോചനം നിങ്ങൾക്കുടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിലെ മാനസിക വിഷമങ്ങളൊക്കെയും നിങ്ങൾക്ക് അകലുന്ന സമയമാണ്. കടബാധ്യതകളാണ് ഒരുപാട് വിഷമങ്ങളെ പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ആ കടബാധ്യതകളിൽ നിന്ന് മോചനമുണ്ടാകും. ആഗ്രഹിച്ച ചില സ്വത്ത് വകകളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ സ്വത്തുക്കൾ ചില കാരണങ്ങൾ അല്ലെങ്കിൽ ചില കക്ഷികളുടെ, നമ്മൾ പറയുകയാണ്, ചില തൽപര കക്ഷികളുടെ കൈകടത്തൽ മൂലം പലവിധ പ്രതിസന്ധികളും നിങ്ങൾക്ക് ഏർപ്പെട്ടിട്ടുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ അനുകൂല സമയമായതിനാൽ തന്നെ നിങ്ങൾക്ക് വിധി അനുകൂലമായി വന്നു ചേരുന്നതാണ്. വാഹനയോഗം കാണുന്നുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനമായ ചില സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ പോകുന്ന ദിവസം കൂടി നാളെ മുതലാകുന്നുണ്ട്. ചില സമ്മാനാദികളൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം. അപ്പോൾ ചിലപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിദ്യ കൊണ്ടുള്ള ചില നേട്ടങ്ങൾ നിമിത്തം വന്നു ചേരുന്ന സമ്മാനമാകാം. അല്ലെങ്കിൽ ലോട്ടറി, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നൊരു ധനപരമായ, ഏതായാലും ചില സമ്മാനാദികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു മാറ്റം നൽകുന്ന ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം കാണുന്നുണ്ട്. ഇനി ധാരാളം സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇവിടെ ധനലക്ഷ്മി രാജയോഗം നിമിത്തം സാമ്പത്തികമായിട്ടുള്ള
വ്യതകൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു അറുതി വന്നു ചേരുന്ന ദിവസമാണ് നാളെ തുടങ്ങാൻ പോകുന്നത്. ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരായ ആളുകൾക്കും മനസ്സന്തോഷം വർദ്ധിക്കുന്ന സമയമാണ്. ദുഃഖങ്ങൾ ഒരുപാടുണ്ട്. മക്കളെ ഓർത്ത്, അല്ലെങ്കിൽ സഹോദരങ്ങളെ ഓർത്ത്, സുഹൃത്തുക്കളെ ഓർത്ത് ഒരുപാട് മാനസിക വിഷമങ്ങൾ നിങ്ങൾ സ്വയം മനസ്സിലേക്ക് ഏറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ മാറ്റപ്പെടുന്ന സമയമാണ്. ദുഃഖങ്ങൾ അകലും. തീരുമാനങ്ങൾ എടുക്കുന്നതിനൊരു തടസ്സമുണ്ട്. അതൊക്കെ മാറുന്ന സമയം കൂടിയാണ്. ഇവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. ചില ആദരവുകൾ, ചില അംഗീകാരങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യതയും ഭാഗ്യവും കാണുന്നുണ്ട്. കലാകായിക രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ ഇതുവരെ നിങ്ങൾ കാഴ്ചവെച്ച പല കാര്യങ്ങൾക്കുമുള്ള അംഗീകാരം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതയും നാളത്തെ ദിവസം മുതൽ ഉണ്ടാകുന്നുണ്ട്. വിവാഹ കാര്യങ്ങളിൽ ഉത്തമമായ തീരുമാനമുണ്ടാകുന്നതാണ്. കൂടാതെ ചില വിവാഹത്തിൻ്റെ വക്കിൽ വരെ എത്തിയിട്ട് തട്ടിത്തെറിച്ച് ഇപ്പോൾ അത് പൂർണ്ണമായി നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകളുണ്ടാകും. ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ആ കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്ന് ചർച്ച ചെയ്ത് തീരുമാനത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ ചില തടസ്സ സമയമുണ്ടായിരുന്നു, അത് മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ വിവാഹാദി കാര്യങ്ങൾക്കൊക്കെ ഉത്തമമായ അനുകൂലമായ സമയമാണ്. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നാളത്തെ ദിവസം മുതൽ നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ ശുഭകരമായൊരു കർമ്മം നടന്നേ മതിയാകും. അതിനുള്ള ഒരു ഭാഗ്യവും നാളത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട്. മെച്ചപ്പെട്ടതായ ആരോഗ്യമായിരിക്കും. വീട് മൂടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങളൊക്കെ തീരുമാനത്തിലാകുന്നുണ്ട്. മനസ്സിൽ ചില ആശയങ്ങളൊക്കെ ഉണ്ട്. അത് പ്രാവർത്തികമാക്കിയെടുക്കാനും ഇവിടെ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ഊർജ്ജമുണ്ടാകുന്ന, ഒരു ഉന്മേഷം ഉണ്ടാകുന്ന, സാധാരണഗതിയിൽ നിന്നും നോക്കുമ്പോൾ എന്ത് കാര്യവും ആവേശത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു മാനസിക ആരോഗ്യം, ശാരീരികമായിട്ട് ആരോഗ്യം ഉണ്ടാകുന്ന ദിവസമായിരിക്കും നാളെ വ്യാഴാഴ്ച ദിവസം. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങളടുത്തുള്ള മഹാവിഷ്ണു സ്വാമി ക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാന് പാൽപായസം നേദിക്കുവാനും വഴിപാട് സമർപ്പിക്കുവാനുമായിട്ടൊന്ന് ശ്രമിക്കുക. ഒരു മാറ്റം നിങ്ങൾക്കൊരു 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു മറുപടി വന്നു ചേരുന്നതാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾക്ക് ഭാഗ്യദോഷ സമയമായിരുന്നു. ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട്, പക്ഷെ ചില ദോഷങ്ങൾ വന്ന് ഇടയ്ക്ക് ചേരുന്നുണ്ട്. അത് ശത്രുശല്യം, കണ്ണൻ ദോഷം, ദൃഷ്ടിദോഷം എന്ന് തന്നെ പറയാവുന്നതാണ്. അനുഭവത്തിൽ അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ ധാരാളമുള്ള ഒരു രാശിയാണ്, നക്ഷത്രങ്ങളാണ്. പക്ഷേ ചില ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷം, കമ്പേർ ദോഷം, നാവേർ ദോഷം, അങ്ങനെയുള്ള പലവിധ ദോഷങ്ങൾ നിമിത്തം ആകെ മൂടിക്കെട്ടിയൊരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിനുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഇവിടെ ലക്ഷ്മി ദേവി തന്നെ ചാരത്തിൽ നിന്ന് മാണിക്യത്തെ മാറ്റിയെടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെ കൊണ്ടുവരുന്നതാണ്. മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. ആ നൊമ്പരങ്ങളൊക്കെ ഇല്ലാതാകുന്ന സമയമാണ്. കടബാധ്യതകളിൽ നിന്ന് മോചനം വന്നു ചേരും. ദാരിദ്ര്യം നിറഞ്ഞ ഒരു അവസ്ഥയും ചുറ്റുപാടുമായിരുന്നു. അതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നതാണ്. ഇവിടെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കാൻ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം, കരുതൽ നിങ്ങൾക്ക് മുകളിലേക്ക് എത്തുന്ന നാളത്തെ ഒരു ദിവസം വളരെയധികം ഭാഗ്യമായിരിക്കും. കർമ്മവിജയം ഉണ്ടാകും. പ്രത്യേകിച്ച് നാളത്തെ ദിവസം അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരായ ആളുകൾ, കുട്ടികൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അതേപോലെ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. പൂർണ്ണ വിജയം നാളത്തെ ദിവസം നിങ്ങൾക്കൊപ്പം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുവാനോ അല്ലെങ്കിൽ കർമ്മങ്ങൾ നടത്തിക്കുവാനോ അല്ലെങ്കിൽ ശുഭകരമായ ചില വാർത്തകൾ ശ്രവിക്കുവാനോ ഉള്ള ഭാഗ്യമുണ്ടാകും. മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുടുംബത്തിൻ്റെ സന്തോഷം കാണുവാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയേറെ അനുകൂലമായൊരു ദിവസമാണ് നാളെ. തുടർന്നുള്ള ദിവസങ്ങളും പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ വളരെയധികം ഉന്നതമായ വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ധാരാളം സന്തോഷിക്കുവാനുള്ള കാര്യങ്ങൾ നാളത്തെ ദിവസത്തിലുടനീളം നിങ്ങൾക്കുണ്ടാകും. പൂർണ്ണമായി നോക്കുമ്പോൾ ഒരു സമാധാന ദിവസം എന്ന് നമുക്ക് നാളത്തെ ദിവസത്തെ വിശേഷിപ്പിക്കാം. അതായത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാർക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ലക്ഷ്മി ദേവി നിങ്ങളെ തൊട്ട് തലോടി നിങ്ങൾക്കൊരു താങ്ങായി കൂടെ ഉണ്ടാകുന്ന ദിവസമാണ്. കൂടാതെ ധനലക്ഷ്മി രാജയോഗത്തിൻ്റെ വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ദിവസമായതിനാൽ ഈ 9 നക്ഷത്രക്കാരും നാളത്തെ ദിവസം ലോട്ടറിയൊക്കെ എടുക്കുകയാണെങ്കിലും ചെറുതാകട്ടെ വലുതാകട്ടെ അതിൽ നിന്നൊരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുവാനും അതുവഴി സന്തോഷം വന്നു ചേരാനൊക്കെയുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കടം വാങ്ങിയ തുകയൊക്കെ തിരികെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളാരും നിന്നെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരികെ കൊടുക്കുവാനുള്ള ഒരു ധനവരവ് നിങ്ങളിലേക്ക് എത്തുകയും ആ കടങ്ങളൊക്കെ തിരികെ കൊടുത്ത് തീർപ്പാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതായ ഒരു സമയമാണ്. വളരെയധികം പ്രാർത്ഥനയോട് മുന്നോട്ട് പോവുക. സ്ഥലദൈവത്തെ പ്രീതിപ്പെടുത്തുക. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുവാനും ഭഗവാന് വഴിപാടുകളൊക്കെ സമർപ്പിക്കുവാനും ഒപ്പം തന്നെ രാവിലെയും വൈകിട്ടും വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുവാനും ശ്രമിക്കുക. വളരെയധികം ഐശ്വര്യവും നേട്ടവുമാണ്. ധനലക്ഷ്മി രാജയോഗമാണ് നാളെ മുതൽ ഈ 9 നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത്. നന്ദി.